മന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴും വെറൈറ്റി അല്ലേ ആവശ്യം. അപ്പോൾ ഒരു വെറൈറ്റി എൻ്റർടൈൻമെൻ്റ് ആയേക്കാം ഇന്ന് നമ്മുടെ എല്ലാ കാര്യത്തിലും ചില ടിപ്സ് നമുക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ കിച്ചണിൽ കുറേ ടിപ്സ് ഉണ്ട്. അത് ഞാൻ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നതും എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടതുമായ ടിപ്സ് 2-3 ടിപ്സ് ഇന്ന് ഷെയർ ചെയ്യാം. സാധാരണ ഇപ്പോൾ ഈ സോളാർ എനർജിയുടെ കാലത്ത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലാണല്ലോ എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതലത്തിലും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഈ പ്രഷർ കുക്കർ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എല്ലാം ചീറ്റി തെറിക്കും. ചോറ് വയ്ക്കുകയാണെങ്കിൽ അരി വേവിക്കാനിട്ട് കഴിഞ്ഞാൽ 2 വിസിൽ കഴിഞ്ഞ് ഓഫ് ചെയ്യാം. ആ 2ാമത്തെ വിസിൽ വരുമ്പോഴേക്കും കഞ്ഞിവെള്ളം എല്ലാം പുറത്ത് വരും. അങ്ങനെ അവിടെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി എങ്ങനെ അതിനെ സേഫ് ഗാർഡ് ചെയ്യാം എന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ മീറ്റ് വയ്ക്കുമ്പോഴാണെങ്കിലും മസാലയെല്ലാം വെളിയിൽ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ളൊരു ടിപ്പ് കാണിച്ചു തരാം. പിന്നീട് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര തിരക്കാണെങ്കിൽ ഈ റോസ്റ്റഡ് ചിക്കനോ അല്ലെങ്കിൽ താറാവോ അല്ലെങ്കിൽ പന്നിയോ ഒക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ടോപ്പ് ചെയ്യാനായിട്ട് നല്ല സവാള ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അത് കറിവേപ്പിലയോ അല്ലെങ്കിൽ പുതിന ഇലയോ ഒക്കെ ചേർത്ത് വറുത്ത് വയ്ക്കണം. ഒരു ബ്രൗൺ നിറമാവുന്നിടം വരെ വറുത്ത് വെച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വറുക്കാനുള്ള എളുപ്പം ഒന്നിലും മൈക്രോവേവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അത് വേറെ രീതിയിൽ വറുക്കാം. എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അതും ഒരു പ്രത്യേക രീതിയാണ്, അതും കാണിച്ചു തരാം. ഈ വറുത്തതുണ്ടല്ലോ എടുത്ത് സിപ്ലോക്ക് ബാഗിലിട്ട് നമുക്കത് റെഫ്രിജറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെച്ചാൽ എപ്പോൾ എടുത്താലും കേടാവത്തില്ല. പിന്നീട് ഗ്യാസുള്ള ചില ഭക്ഷണങ്ങളുണ്ട്, സാമ്പാർ, അതുപോലെ തന്നെ പൊട്ടറ്റോ, ചക്കക്കുരു, ഇതൊക്കെ കറി വെക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം ഗ്യാസ് ഫോം ചെയ്യും. അതിനൊരു ടിപ്പ് പറഞ്ഞു തരാം, എങ്ങനെയാണ് അതിനെ നമുക്ക് മാറ്റിയെടുക്കാവുന്നത്. അതായത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും 2 പെപ്പറും കൂടെ ചതച്ച് ഏത് കറിക്കകത്ത് കളത്തിയാലും നമ്മുടെ ഗ്യാസ് പ്രശ്നമെല്ലാം മാറിപ്പോകും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കിച്ചൺ ടിപ്സാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ചുറ്റുപാടുകളെ ഒന്നും വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി ഇതുണ്ടോ തലക്കെട്ടൊക്കെ കെട്ടി ഇൻഡക്ഷൻ കുക്കറിന് മുകളിൽ നമ്മുടെ പ്രഷർ കുക്കർ ബീഫ് വേവിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു സൂപ്പർ ടിപ്പാണ്. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ചോറ് വയ്ക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറിൽ വെച്ചിരിക്കുക, അതിൻ്റെ സ്റ്റീം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ വിസിൽ വരുന്ന സമയത്ത് കുറച്ച് കഞ്ഞിവെള്ളം എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് വരും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഈ കഞ്ഞിവെള്ളം നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലോട്ട് വീഴാതിരിക്കാനും ചുറ്റുപാടും വൃത്തികേടാകാതിരിക്കാനുമുള്ള ഒരു ടിപ്പാണ്. ഒരു നനഞ്ഞ കിച്ചൺ ടവല് നമ്മുടെ വെയിറ്റിന് ചുറ്റുമായിട്ട് വെക്കണം. വെയിറ്റിനായിട്ട് ചുറ്റുമായിട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പുറത്തേക്ക് വരുന്നതായ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഈ നനഞ്ഞ കിച്ചൺ ടവൽ അബ്സോർബ് ചെയ്തോളും. അപ്പോൾ പുറത്തേക്ക് ചീറ്റി നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വൃത്തികേടാവില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, സേഫ്റ്റി വാൽവിൻ്റെ അവിടെ യാതൊരു കാരണവശാലും ആ ടവലിൻ്റെ ഒരു ഭാഗവും വരാൻ പാടില്ല. സേഫ്റ്റി വാൽവ് കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. മെഴുക്കുവരട്ടി ചേർക്കാനായിട്ട് 2 ചുവന്നുള്ളി, 5-6 ചുള വെളുത്തുള്ളി, ജീരകം, 2-3 പെപ്പർ, ഇത്രയും ചതച്ച് മെഴുക്കുവരട്ടിക്കകത്തേക്ക് ഇടണം. എയർ ഫ്രൈ ചെയ്തെടുത്ത സവോളയും കറി ലീഫും ഇതുപോലെ ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ആവശ്യത്തിന് എടുക്കാം. ഇതൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയവും സാവകാശമൊക്കെ ഉള്ള സമയത്ത് കുറച്ച് സവോള ഇതുപോലെ കട്ട് ചെയ്ത് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെങ്കിൽ ചേർത്ത് എയർ ഫ്രൈ ഒരു 13-14 മിനിറ്റ് ആകുമ്പോൾ ഇതേ കളറിൽ കിട്ടും. ഇത് അടച്ചു വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. സിപ്ലോക്ക് ബാഗിൽ വെച്ചാലും ക്രിസ്പി ആയിട്ടിരുന്നോളൂ.